സോഫി പിടിച്ചെങ്കിലും അവൾ താഴേക്ക് വീണിരുന്നു. അപ്പോൾ തന്നെ അവളുടെ ബോധം മറഞ്ഞു പോയിരുന്നു. സോന കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം മുൻപിൽ കണ്ടത് മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖമാണ്. അവൾ മനസ്സിലാവാതെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഡോക്ടർ പൂജ, അവൾ പരിചയപ്പെടുത്തി. സോന ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ കുറേ ദിവസമായി ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ എന്താ തോന്നുന്നത്? തലയ്ക്ക് നല്ല വേദന തോന്നുന്നുണ്ട്. അത് സാരമില്ല, മാറും. വേറെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറച്ച് ദിവസമായിട്ട് സോന മറ്റൊരവസ്ഥയിലായിരുന്നു. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. റെസ്റ്റ് എടുത്തോളൂ. അത്രയും പറഞ്ഞ ആ പെൺകുട്ടി പുറത്തേക്ക് പോയി. സോന സോഫിയെ നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു കൂടാൻ തുടങ്ങി. സത്യം. അവളത് ചോദിച്ചതും എല്ലാ മുഖങ്ങളിലും ഭയം നിറയുന്നത് കണ്ടിരുന്നു. സത്യം മരിച്ചോ? അവളുടെ ഹൃദയം പൊട്ടുന്ന ആ ചോദ്യത്തിൽ എല്ലാവർക്കും ഒരേപോലെ സന്തോഷവും സങ്കടവും നിറഞ്ഞു. അന്ന് സത്യയുടെ കൂട്ടുകാരൻ വിളിച്ച് അവൻ മരിച്ചു എന്ന് പറഞ്ഞ ശേഷമാണ് സോന നീ ഇങ്ങനൊരു അവസ്ഥയിലായത്. പിന്നീട് സുബോധം നഷ്ടപ്പെട്ടതുപോലെ നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. നടന്ന സംഭവങ്ങളെല്ലാം ചുരുക്കി സോഫി അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സോഫിയെ കെട്ടിപ്പിടിച്ച് അവൾ വല്ലാണ്ട് കരഞ്ഞിരുന്നു. കരയല്ലേ മോളെ. ആനി അവളെ ആശ്വസിപ്പിച്ചു. അവൾ കരയട്ടെ അമ്മേ. കരയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. സങ്കടങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് അത് സഹിക്കാൻ കഴിയാതെ വരുന്നത്. പ്രഷർ കുക്കർ പോലെ അത് പൊട്ടിത്തെറിക്കുന്നത്. മോള് കരഞ്ഞു. നിന്റെ വിഷമം മാറുന്നത് വരെ കരഞ്ഞു. സോഫി അവളെ ചേർത്ത് പിടിച്ചു. ഡ്യൂട്ടിക്ക് വന്നതും ആദ്യം ജീവൻ പോയത് പൂജയുടെ റൂമിലേക്കാണ്. ഞാൻ നിന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? പൂജ ചോദിച്ചു. ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു. ഫോൺ സൈലന്റ് ആയിരുന്നു, കണ്ടില്ല. സോന ഓക്കെ ആയി. ഓക്കെ ആയിരുന്നു? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നു എന്ന്. പെട്ടെന്ന് അവന്റെ മുഖത്തൊരു സന്തോഷം നിറഞ്ഞു. ആണോ? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ജീവൻ നടക്കാൻ തുടങ്ങിയത് പൂജ വിളിച്ചു. ജീവ, സ്വബോധമില്ലാതെ നിന്നോട് സംസാരിച്ച സോനയല്ല ഇപ്പോ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുമായി നീ അവളെ കാണരുത്. ചിലപ്പോൾ നിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലായിരിക്കാം അവളുടെ പ്രതികരണം. പെട്ടെന്ന് ജീവന്റെ മുഖം മങ്ങി. എനിക്കറിയാം പൂജ, എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. ചിരിയോടെ ജീവൻ നടന്നു. ജീവൻ മുറിയിലേക്ക് വരുമ്പോൾ മുറിയിൽ സോന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് പുറംതിരിഞ്ഞ് കിടക്കുകയാണ്. സോന, ജീവൻ വിളിച്ചു. അവളുടെ കരഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ തന്നെ അവൾ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ജീവന് മനസ്സിലായി. ജീവനെ കണ്ടപ്പോൾ ഒരു വേള സോനയ്ക്കും എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ കാട്ടിക്കൂട്ടിയതൊക്കെ സോഫി ചേച്ചി പറഞ്ഞിരുന്നു. സത്യമാണെന്ന് കരുതി ജീവന്റെ നെഞ്ചിൽ ചേർന്നു എന്നൊക്കെ കേട്ടപ്പോൾ മുതൽ അവനെ ഫേസ് ചെയ്യാൻ ഒരു ജാളിൽ അവൾക്ക് തോന്നിയിരുന്നു. ആർ യു ഓക്കെ? അവളുടെ മുഖം കണ്ടുകൊണ്ടായിരുന്നു ജീവൻ ചോദിച്ചത്. ഞാൻ ഓക്കെയാണ് ജീവൻ. അവൾ വല്ലായ്മയോട് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് തന്നോട് സംസാരിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു എന്ന് ജീവന് തോന്നിയിരുന്നു. എല്ലാവരും എവിടെ? സേറയ്ക്ക് എക്സാം ആയിരുന്നു, കോളേജിൽ പോകണം. അവൾ പോയി. പിന്നെ ചേച്ചി വീട്ടിലേക്ക് പോയി. വൈകുന്നേരം വരും. അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ. അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ അത്രയും പറഞ്ഞത്. അവൾക്ക് ചമ്മലുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. സോനയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊരൽപ്പം നടന്നാലോ? ജീവൻ ചോദിച്ചപ്പോൾ അവൾക്ക് തിരസ്കരിക്കാൻ തോന്നിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ ശാഠ്യങ്ങൾക്ക് മുൻപിൽ ഒരു കുഴപ്പവുമില്ലാതെ നിന്നു തന്ന മനുഷ്യനാണ്. തന്റെ ഭ്രാന്തുകൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. ഒരുപാട് കടപ്പാട് തോന്നിയിരുന്നു. സോഫി ചേച്ചി എല്ലാം തന്നോട് പറയുമ്പോൾ എന്താ നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടക്കാം. ജീവനോടൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ സോന മൗനമായിരുന്നു. അവളുടെ മൗനം ജീവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. സോഫി ചേച്ചി പറഞ്ഞു, ഞാൻ ജീവനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, മനസ്സോടെയല്ല. മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് സോന പറഞ്ഞു തുടങ്ങി. അവനത് കേട്ടപ്പോൾ വേദന തോന്നി. എനിക്കറിയാം സോന, എനിക്കൊരുപാട് കടപ്പാടുണ്ട് ജീവനോട്. എൻ്റെ ആ സാഹചര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം നിന്നതിന്, ഒരു ഭ്രാന്തിയായി മുദ്ര കുത്താതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന്. സത്യം മരിച്ചുവെന്ന സത്യം ഇപ്പോൾ എനിക്കറിയാം. ആ സത്യവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഞാൻ. പക്ഷെ എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ആ സത്യം അടിച്ചേൽപ്പിക്കണം. സത്യം തനിക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവളോട് പറയുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദന തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം ജീവൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ആക്കി. അതിനുശേഷമാണ് ജീവൻ റൂമിലേക്ക് പോയത്. അപ്പോഴേക്കും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സോനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവളുടെ മനസ്സിനേറ്റ മുറിവ് മറ്റൊരു ഷോക്കിൽ അതേപോലെ തന്നെ തിരിച്ചുപോയി. പക്ഷെ സോനയാളൊരു സെൻസിറ്റീവാണ്. ഇനി ചിലപ്പോൾ എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അവളുടെ മനസ്സ് നീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും. നിങ്ങൾക്കുടനെ തിരിച്ചു വീട്ടിലേക്ക് പോവാം, നാളെ തന്നെ. ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും അവളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഉദാഹരണമായി സത്യയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നീക്കാൻ പെട്ടെന്ന് ശ്രമിക്കരുതെന്ന്.
എല്ലാം നീ മറക്കണം, ഒന്നും നീ മനസ്സിൽ വയ്ക്കരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊന്നും വേണ്ട. അതൊക്കെ അവൾ സ്വന്തമായി കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരും. അവന്റെ ഓർമ്മകൾ അധികം കാണാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. പൂജ ചിരിയോടെയാണ് ആനിയോട് പറഞ്ഞത്. അവർ ശ്രദ്ധയോടെ എല്ലാം കേട്ടു. അവരുടെ മുഖത്ത് ആശ്വാസം നിഴലിച്ചിരുന്നു. ജീവന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. കുറച്ച് ദിവസങ്ങളായി അവൻ ചോദിച്ചു വാങ്ങിയതായിരുന്നു നൈറ്റ് ഡ്യൂട്ടി, സോനയ്ക്ക് കാവലിരിക്കാൻ വേണ്ടി. മനസ്സിൽ പ്രക്ഷോഭമായിരുന്നതിനാൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജീവന് കഴിഞ്ഞില്ല. സോന അവനോട് കാണിച്ച ചെറിയ അകലം പോലും അവന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ആ നിമിഷം ജീവൻ മനസ്സിലാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോഴാണ് കോറിഡോറിന്റെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സോനയെ കണ്ടത്. അവളെ കണ്ടതൊരു നിമിഷം അവന്റെ കണ്ണുകൾ തിളങ്ങി. കാണാൻ ആഗ്രഹിച്ച മുഖം കണ്ടപ്പോൾ അവന്റെ മനസ്സ് തുള്ളിച്ചാടുന്നതായി ജീവന് തോന്നിയിരുന്നു. കാലുകൾ പതിവിലും വേഗത കൂട്ടി അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സോന തൊട്ടുപിറകിൽ ഒരു നിശ്വാസം അറിഞ്ഞപ്പോഴാണ് സോന തിരിഞ്ഞു നോക്കിയത്. ജീവനെ കണ്ടപ്പോൾ വല്ലാതെയായി. ഉറങ്ങിയില്ലായിരുന്നോ? ജീവൻ ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി. സോന പറഞ്ഞു. ഒരു ബ്ലാക്ക് കോഫി ആയാലോ? അതിന് ക്യാൻറ്റീൻ ക്ലോസ് ചെയ്തില്ലേ? മനസ്സിലാവാതെ സോന ചോദിച്ചു. എൻ്റെ ക്യാബിനിൽ കെറ്റിലുണ്ട്, വരൂ. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കിടയ്ക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. സോന വരൂ. അവൾ മറുത്തൊന്നും പറയാതെ ജീവനെ അനുഗമിച്ചു. ജീവൻ തന്നെ കാപ്പിയിട്ട് അവൾക്ക് നൽകി. സോനയ്ക്ക് എന്നോട് സംസാരിക്കാനും എന്നെ ഫേസ് ചെയ്യാനും ഒക്കെ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ജീവൻ ചോദിച്ചു. അങ്ങനെയല്ല ജീവൻ, ജീവനോട് ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അതറിഞ്ഞപ്പോൾ മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചമ്മൽ പോലെ. അതൊന്നും സാരമില്ല സോന, അതൊക്കെ തൻ്റെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ എന്നോട് സംസാരിക്കാതെ എന്നെ കാണാതെ ഒഴിഞ്ഞു മാറിയൊക്കെ നടന്നാൽ അതായിരിക്കും എനിക്ക് സങ്കടം ഉണ്ടാക്കുന്നത്. ഈ കുറച്ച് ദിവസം കൊണ്ട് സോനയോട് എനിക്കൊരു ആത്മബന്ധം തോന്നിയിട്ടുണ്ട്. ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അതിനപ്പുറം എന്തൊക്കെയോ. അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്കും ഉള്ളിൽ ഒരു വേദന ഉണ്ടാവും. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായി എന്നെ സോനയ്ക്ക് കണ്ടുകൂടെ? അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ സോന നിന്നു. അപ്പോഴാണ് പേടിച്ചോടി വരുന്ന ആനിയെ ജീവൻ കണ്ടത്. എന്താ അമ്മേ? ജീവൻ ചോദിച്ചു. അപ്പോഴാണ് സോനയെ ആനി കണ്ടത്. സോനയെ അവിടെ കണ്ട സമാധാനം ആനിയുടെ മുഖത്തുണ്ടായിരുന്നു. അല്ല, ഇവളെ പെട്ടെന്ന് കാണാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി. മനസ്സിലുള്ള ഭയം ആനി തുറന്നു പറഞ്ഞു. ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? നനഞ്ഞ ചിരിയോടെ സോന പറഞ്ഞു. സോനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. വെളിയിൽ നിൽക്കായിരുന്നു. അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. സോന പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, ഇനി നേരം വിളിക്കാൻ ഒരുപാട് നേരമുണ്ട്, ജീവൻ പറഞ്ഞു. ജീവൻ പറഞ്ഞപ്പോൾ ചെറു ചിരിയോടെ സോന ആനിയെ പിന്തുടർന്നു. പൂജ പോകും മുൻപ് ഒറ്റയ്ക്ക് സംസാരിക്കാൻ സോനയെ വിളിച്ചിരുന്നു. സോന മിടുക്കിയായിരിക്കട്ടോ, പൂജ ചിരിയോടെ പറഞ്ഞപ്പോൾ സോനയും മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. സോനയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെയാണ് സോന. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ ആയിരുന്നു നമ്മളെങ്കിൽ എത്ര മനോഹരമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം. ചിലപ്പോൾ വിധി നമുക്ക് കരുതി വെച്ചിരിക്കുന്നത് ഇതിലും നല്ലതായിരിക്കാം. അങ്ങനെ ചിന്തിക്കണം. എന്താണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. മാക്സിമം ഓർമ്മകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കലും സാധിക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അങ്ങനെ തന്നെ നോക്കാൻ ശ്രമിക്കണം. പുതിയൊരു ജീവിതത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, തനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാരണം നമ്മുടെ ചുറ്റുമുള്ളവർ വേദനിക്കുന്നത് ഭീകരമാണ്. വലിയ വേദനയാണ് തൻ്റെ അമ്മയ്ക്ക് ഈ ദിവസങ്ങളിൽ താൻ നൽകിയത്. ഞാൻ നേരിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത്, വേദനിപ്പിക്കാനല്ല. എനിക്ക് മനസ്സിലാവും ഡോക്ടർ. നമ്മുടെ മനസ്സാണ് നമ്മുടെ ധൈര്യം. അത് നമ്മുടെ കൈപ്പിടിയിൽ നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതിൽ നമ്മളാരും തെറ്റക്കാരല്ലല്ലോ സോന. തെറ്റ് ചെയ്തത് വിധിയല്ലേ? അതോർത്ത് വേദനിക്കാനല്ലാതെ നമുക്ക് മറ്റൊന്നും കഴിയില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ. ഞാൻ ആ വിധിയോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. അത് പറയുമ്പോൾ അവളുടെ മുഖത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് പൂജയിലും ഒരു പ്രത്യേക ഭാവം ഉണർത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് ആനി ജീവനെയും പോയി കണ്ടിരുന്നു. സോന പോകും മുൻപ് ജീവനെ കാണാൻ പോയി. ഇല്ലെങ്കിൽ അത് നീതികേടാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. സോന ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ജീവന്റെ മുറിയിൽ. തിരക്കൊഴിഞ്ഞപ്പോഴാണ് അവൾ ജീവനെ കാണാനായി പോയത്. അവളെ കണ്ടതും ജീവൻ അത്ഭുതപ്പെട്ടു. തിരക്കിലാണോ? അല്ല, വരൂ സോന, ഞാനിത് പോവാ. ആ, പൂജ പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വരാൻ പോവായിരുന്നു. എന്നെ കാണാതെ പോകുമെന്ന് ഞാൻ ഓർത്തിരുന്നു. ജീവനെ കാണാതെ പോകാൻ എനിക്ക് കഴിയില്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നിയിരുന്നു. ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട, എല്ലാവരും കൂടെയുണ്ട്. വെറുതെ മുറി അടച്ചിരുന്ന് വീണ്ടും പഴയ പോലെ ഒന്നും ചെയ്യണ്ട. വീണ്ടും കോച്ചിങ്ങിന് പോയി തുടങ്ങണം. എല്ലാ കാര്യങ്ങളും പഴയ പോലെ ആകണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീവൻ. പക്ഷെ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പറഞ്ഞോളൂ. ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുമ്പോഴൊക്കെ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അതിന് മറ്റർത്ഥമൊന്നും കൊടുക്കണ്ട. തനിക്ക് വിഷമമുള്ളപ്പോൾ ചായാനുള്ളൊരു തോൾ, തനിക്ക് സങ്കടം ആരോടും പറയാൻ പറ്റാതെ വരുമ്പോൾ തൻ്റെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ഒരാൾ, അതിനപ്പുറം മറ്റൊന്നും ആ ബന്ധത്തിന് കൊടുക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ മനസ്സിലുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ആ, അവൾ മെല്ലെ മൂളി. പലരുടെയും വിഷമങ്ങൾക്ക് കാരണം അതാണ് സോന. ഒന്ന് ചായാൻ ഒരു തോളില്ലാത്തത് കൊണ്ട്, നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട്, ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തത്. പലപ്പോഴും പലർക്കും മനസ്സ് കൈമോശം വന്നു പോകുന്നത് അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരാളായി തന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അവൻ നോട്ട് പാഡിൽ നിന്നും ഒരു കടലാസിൽ അവൻ്റെ മൊബൈൽ നമ്പർ എഴുതി സോനയുടെ കൈകളിൽ കൊടുത്തു. എൻ്റെ കാർഡ് കളഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അത്ഭുതത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല പെൺകുട്ടികൾ അങ്ങനെ മാത്രമേ ചെയ്യൂ എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ചിരിയോടെ അവനത് പറഞ്ഞു. ജീവന്റെ ഒപ്പം നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് തോന്നുന്നതായി സോനയ്ക്ക് തോന്നിയിരുന്നു. അവനോട് ചിരിയോടെ യാത്ര പറഞ്ഞ് സോന അവിടെ നിന്നും ഇറങ്ങി. യാത്ര അയക്കാൻ സോനയോടൊപ്പം ജീവനും താഴെ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി വന്നിരുന്നു. പോകുന്നതിന് മുൻപ് മുഖഭാവം കൊണ്ട് സോന ജീവനോട് യാത്ര പറഞ്ഞിരുന്നു. അവള് വീണ്ടും തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ജീവന് തോന്നിയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയുമുള്ള കഥയിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ജീവനാണോ, സത്യയാണോ കഥയിലെ നായകൻ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.